ഹലോ എവ്രി വൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്, ഒരു വ്യക്തി റിലേഷൻഷിപ്പിൽ കമ്മിറ്റഡ് ആയാണ് നിലനിൽക്കുന്നത്, അവർ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുക? പലപ്പോഴും ഈ കാര്യം മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബിക്കോസ് ഒരുപാട് നാളത്തെ റിലേഷൻഷിപ്പിന് ശേഷം ആ വ്യക്തി എന്നെ ചതിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ആ വ്യക്തി ഒട്ടും സീരിയസ് അല്ലായിരുന്നു, എനിക്കത് മനസ്സിലാക്കാൻ പറ്റിയില്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് നമ്മളെ തന്നെ സേവ് ചെയ്യാൻ ഈ കാര്യം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. സോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി വളരെയധികം കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു മനോഭാവത്തിലാണ് ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുണ്ടെങ്കിൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. സോ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമതായി, സീരിയസ് ആയ മനോഭാവത്തോടു കൂടിയാണ് ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അവരുടെ കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഒരു കണക്ഷനും അതുപോലെ തന്നെ ആയിരിക്കും. ഒരു കോർ കണക്ഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അവരുടെ ഇന്നർ സർക്കിൾ, അതായത് ഫാമിലി, ഫ്രണ്ട്സ്, അങ്ങനെ ഒരാളെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി നമുക്ക് എല്ലാ ആളുകൾക്കും അങ്ങനെ ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരു സർക്കിൾ ഉണ്ടായിരിക്കും. സോ ആ സർക്കിളിലേക്ക് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതാണ് ഒന്നാമതായിട്ടുള്ള ഒരു സൈന്. ഇത് കേൾക്കുന്ന സമയത്ത് ഇത്ര വലിയ സംഭവമാണോ, അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാ ആളുകളും ചെയ്യാറില്ലേ എന്ന് തോന്നും. പക്ഷെ അങ്ങനെയല്ല. നിങ്ങളോടൊപ്പമുള്ള റിലേഷൻഷിപ്പിൽ മറച്ചു വെക്കാനോ അല്ലെങ്കിൽ ഒരു ഫിയർ ഇല്ലാതെ കൃത്യമായി ആ ഒരു റിലേഷൻഷിപ്പിലാണ് എന്നുള്ളത് ഡിഫൈൻ ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ സെപ്പറേറ്റ് ആക്കി മാറ്റി നിർത്തുക, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് ഹൈഡ് ചെയ്യുക, അല്ലെങ്കിൽ വളരെയധികം സീക്രട്ട് ആയിട്ട് നിങ്ങളോടൊപ്പമുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക, ഇങ്ങനെയൊന്നും ചെയ്യാതെ അവരുടെ ആ ഒരു ഇന്നർ സർക്കിളിലേക്ക് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഒന്നാമത്തെ ഒരു സൈന്. ആ വ്യക്തി നിങ്ങളോടൊപ്പമുള്ള റിലേഷൻഷിപ്പിൽ വളരെയധികം കമ്മിറ്റഡ് ആയ ഒരു മനോഭാവത്തിലാണ് നിൽക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ. ഇനി രണ്ടാമതായി, അവർ സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുടെ ആക്ഷൻസിൽ ഒരു വി എന്നുള്ള ഫീലാണോ അതോ ഐ എന്നുള്ള ഫീലാണോ കൂടുതലായിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. ഒരു വി കോൺസെപ്റ്റിലാണ് അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, പറയുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് ഇൻഡയറക്റ്റ് ആയി അവർ നിങ്ങൾക്ക് തരുന്ന മറ്റൊരു സൈൻ. പലപ്പോഴും വളരെ സെൽഫ് സെൻട്രിക് ആയി അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് അത്ര സീരിയസ് അല്ലാത്തൊരു മനോഭാവത്തിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുണ്ടെങ്കിൽ അവരെപ്പോഴും അവരെ കുറിച്ച് മാത്രമായിരിക്കും ചിന്തിക്കുക. ഞാൻ പ്ലാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഫ്യൂച്ചറിൽ, അങ്ങനെ ഒരു ഐ എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് ചുരുങ്ങിക്കൊണ്ടായിരിക്കും അവർ സംസാരിക്കുന്നുണ്ടായിരിക്കുക. എന്നാൽ ഒരു വി കോൺസെപ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇനി എന്താണ് ഫ്യൂച്ചറിൽ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ആയിരിക്കും, ഇത്തരത്തിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത്, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയും അവർ എഫേർട്ട് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് രണ്ടാമത്തെ ഒരു സൈന്. തീർച്ചയായിട്ടും ആ വ്യക്തി വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു മനോഭാവത്തിലാണ് നിങ്ങളോടൊപ്പമുള്ള റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ. ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കുന്നതിന് മുൻപായി, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ ഗൈഡൻസ് വേണം. ആ റിലേഷൻഷിപ്പ് ഇഷ്യൂ സോൾവ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്യൂ എന്താണ് എന്നുള്ളത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ ഇഷ്യൂ എന്താണ് എന്നുള്ളത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ആവശ്യമുള്ള നിർദ്ദേശങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, ഇഷ്യൂ സോൾവ് ചെയ്യാം. സോ ആവശ്യമുള്ള ആളുകൾ കോൺടാക്ട് ചെയ്യാം. ഇനി മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട സൈനാണ്, ഒരു വ്യക്തി ജെന്യൂൻ ആയി നിങ്ങളോട് കമ്മിറ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ അവസ്ഥയിലും ആ വ്യക്തി ഉണ്ടായിരിക്കും. അതായത് ലൈഫിൽ എന്തെങ്കിലും ഒരു ചാലഞ്ച് അല്ലെങ്കിൽ ഒരു സ്ട്രഗിൾ നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ ഡിസപ്പിയർ ആകുക, അല്ലെങ്കിൽ അതിൽ നിന്നും ഓടി ഒളിക്കാൻ വേണ്ടി ശ്രമിക്കുക, നിങ്ങളെ ഒറ്റയ്ക്കാക്കി പോവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ ചെയ്യില്ല. പകരം നിങ്ങളുടെ കൂടെ നിങ്ങൾക്കൊരു സപ്പോർട്ടായി നിൽക്കുക എന്നുള്ളതാണ്. ചില ആളുകൾക്കൊക്കെ ഇത് കൂടുതലായിട്ടും എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അതായത് റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ തന്നെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ചാലഞ്ച് വരുന്ന സമയത്ത് അതിൽ നിന്നും ഒളിച്ചോടാൻ ശ്രമിക്കും. സോ ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നില്ല, നിങ്ങളുടെ എല്ലാ അവസ്ഥയിലും ആ വ്യക്തി കൂടെ ഉണ്ട്, അല്ലെങ്കിൽ എസ്പെഷ്യലി റിലേഷൻഷിപ്പിന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് ഒരു സ്ട്രഗിൾ അല്ലെങ്കിൽ ഒരു ചാലഞ്ച് വരുന്ന സമയത്ത് നിങ്ങളെ തനിച്ചാക്കി പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അതാണ് മറ്റൊരു ക്ലിയർ ആയിട്ടുള്ള സൈന്. ആ വ്യക്തി നിങ്ങളോടുള്ള റിലേഷൻഷിപ്പിൽ കമ്മിറ്റഡ് ആയ മനോഭാവത്തിലാണ് നിൽക്കുന്നത് എന്നുള്ളതിന്റെ. ഇനി നാലാമത്തെ ഒരു സൈനാണ്, വളരെ ക്ലാരിറ്റി ഉണ്ടായിരിക്കും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് പോവേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള, ശരിയായ രീതിയിലുള്ള ഒരു പ്രയോറിറ്റി അവരുടെ ഭാഗത്തുനിന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും.
പ്രൈവറ്റ്ലി ആയിക്കൊള്ളട്ടെ പബ്ലിക്കലി ആയിക്കൊള്ളട്ടെ നിങ്ങൾക്കും മുൻഗണന ലഭിക്കുന്നുണ്ടായിരിക്കും അവരുടെ ലൈഫിൽ. ഫൈനലി ഒരു വ്യക്തി കമ്മിറ്റഡ് ആയിട്ടുള്ള മനോഭാവത്തിലാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇമോഷണൽ ഇന്റിമസി അവിടെ ഫീൽ ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ ഇന്റിമസി ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എഫേർട്ട് അവരുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ബിക്കോസ് ഡീപ്പ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള കണക്ഷൻ ബിൽഡ് ചെയ്യാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയിട്ടുള്ള ഒരു എഫേർട്ട് ആയിരിക്കും അവർ കൂടുതലായിട്ടും പ്രകടിപ്പിക്കുന്നത്. നിങ്ങളുടെ ഫിയേഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളാണോ കൃത്യമായി ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവർ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും. ആ ഒരു എഫേർട്ട് നിങ്ങൾക്ക് കാണാനും സാധിക്കും. സോ കമ്മിറ്റ്മെന്റ് എന്ന മനോഭാവത്തോടു കൂടിയാണ് ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇമോഷണൽ ഇന്റിമസിക്ക് പ്രാധാന്യം നൽകും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഓർമ്മയിലേക്ക് വരുന്നുണ്ട്. ഈ രീതിയിലാണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലാണ്. അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്നുള്ളത് മനസ്സിലാക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്താണ് നിങ്ങളുടെ ഇഷ്യൂ എന്നുള്ളത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ആ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യുന്നതിന് വേണ്ടി. സോ ആവശ്യമുള്ള ആളുകളെ കോൺടാക്ട് ചെയ്യാം. എനിവേസ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്